UDF യോഗം ഇന്ന് അംബുക്കെ അസോസിയേറ്റ് ആക്കും, രാഹുലിനെ പടിക്ക് പുറത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ UDF യോഗം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് കളമശ്ശേരി ചക്കോളാസിലാണ് യോഗം ആരംഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവലോകനം, മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ സംബന്ധിച്ച തർക്കമുള്ള സ്ഥലങ്ങളിൽ പൊതുവായി സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡം എന്താണ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം, അൻവറിന്റെ UDF പ്രവേശനം ഒക്കെ ഇന്ന് ചർച്ചയാകും. ഇത്രയുമൊക്കെ കന്നന്തിരിവുകൾ കാട്ടിക്കൂട്ടിയിട്ടും തമ്മിലടികൾ നടത്തിയിട്ടും യഥാർത്ഥത്തിൽ എന്നാ പുല്ലാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കൂട്ടം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുവാൻ ഇവർ തീരുമാനിച്ചത്. അതുപോലെ മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരണോ എന്നതും ചർച്ചയാവും. അവസരവാദി മാണിച്ചക്കനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത എതിർപ്പാണ് ഉള്ളത്. എന്നാൽ അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗിന് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് അൻവറെ ഏതെങ്കിലും തരത്തിൽ കൂടെ കൂട്ടും. അൻവർ അടഞ്ഞ അധ്യായമാണ് എന്നും പറഞ്ഞ് കട്ടയ്ക്ക് നിന്ന കേക്കച്ചൻ നിലവിലെ സാഹചര്യത്തിൽ കടുപ്പിക്കുവാൻ സാധ്യതയില്ല. തൻ്റെ നിലപാടിൽ വെള്ളം ചേർത്ത് ഒതുങ്ങും. മുസ്ലിം ലീഗ് ഇടഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള തൻ്റെ പദ്ധതികളൊന്നും നടക്കില്ല എന്ന് കേക്കച്ചന് നന്നായി അറിയാവുന്നതുകൊണ്ട് അൻവർ വിഷയത്തിൽ കേക്കച്ചൻ ഇടങ്കൂലിടുവാൻ ഇന്ന് ധൈര്യപ്പെടില്ല. ഇത്രയേ ഉള്ളൂ കേക്കച്ചൻ്റെ നിലപാട്, ആളും സാഹചര്യവും നോക്കിയുള്ള നിലപാട്. രാഹുൽ വിഷയം ഇന്ന് UDFിൽ ചർച്ച ചെയ്യുകയേ ഇല്ല. രാഹുലിനെ എങ്ങനെയും ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ തേൻകണി ഒരുക്കിയ കേക്കച്ചൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പിണറായിക്ക് കൂടി സഹായം കിട്ടുന്ന ലക്ഷ്യത്തോടെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ ഭാഗത്തിന് രാഹുൽ വിഷയം കത്തിച്ചിട്ട് കൊടുത്തു. പിണറായി അത് നന്നായി ഉപയോഗിച്ചെങ്കിലും പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിന് ബൂമറാങ്ങായി. UDFിന് ഏതെങ്കിലും കാരണവശാൽ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു എങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം രാഹുലിൻ്റെ തലയിൽ കെട്ടി ഇവന്മാർ രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ രാഹുൽ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് രാഹുലിനെ വേട്ടയാടുവാൻ ശ്രമിച്ച പിണറായിക്ക് അവർ കൃത്യമായ മറുപടി കൊടുത്തു. ഇന്ന് യോഗം ചേരുന്ന UDF നേതൃത്വം, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ പണ്ട് ഐസ്ക്രീം തിന്നാൻ പോയി എന്ന ആ വിവാദമുണ്ടായപ്പോൾ അത് നിങ്ങളെയും മുന്നണിയെയും എങ്ങനെ ബാധിച്ചു എന്ന് ഒന്ന് ഓർത്തു നോക്കുക. കുഞ്ഞാലിക്കുട്ടിക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. മാത്രമല്ല ഇത് മുന്നണിയെ ചെറുതായി ഒന്നുമല്ല ബാധിച്ചത്. 2006 UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. അതിൻ്റെ മുഖ്യ കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഐസ്ക്രീം നുണച്ചിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 മാസം സകല മാധ്യമങ്ങളും ഭരണകൂടവും, എന്തിന് കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ രാഹുലിനെ സംഘം ചേർന്ന് വേട്ടയാടിയിട്ട് പോലും അത് മുന്നണിയെ യാതൊരു വിധത്തിലും ബാധിച്ചില്ല എന്ന് മാത്രമല്ല ചരിത്ര ഭൂരിപക്ഷം അത് UDFിന് നേടിക്കൊടുക്കുകയും ചെയ്തു. ആ വിജയം കണ്ട് വാപൊളിച്ച സണ്ണി ജോസഫിന്റെ വായി ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും അദ്ദേഹത്തിന് അടയ്ക്കുവാൻ സാധിച്ചിട്ടില്ല. അത്ര അമ്പരപ്പാണ് KPCC അധ്യക്ഷന് പോലും അത് സമ്മാനിച്ചത്. എല്ലാവരും ആഞ്ഞു ശ്രമിച്ചിട്ടും രാഹുലിനെ ജയിലിലിടാനും സാധിച്ചില്ല. ആ MLA സ്ഥാനവും രാജിവെപ്പിക്കാനായില്ല എന്നും മറക്കരുത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ ഒതുക്കിയ ഒരൊറ്റയൊരുത്തനെയും ജനങ്ങൾ വെറുതെ വിടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിണറായിയുടെ ആ മുടിഞ്ഞ വെറുപ്പിക്കൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് ഈ മിന്നും വിജയം ലഭിച്ചത്. അല്ലാതെ ഈ നേതാക്കന്മാരുടെ ഒരു ഗുണമോ പ്രവർത്തന മികവോ കണ്ടുകൊണ്ടല്ല എന്നും ജനങ്ങൾ തിരിച്ചറിയണം. കുഴിപ്പുളവൻ അൻവറിനെ മുന്നണിയിലെടുക്കാം, യാതൊരു കുഴപ്പവുമില്ല. അപ്പനെ കൊല്ലാൻ നോക്കിയവന്മാരുടെ അടുത്ത് പോയി സഖ്യം കൂടിയ ആ മാണിച്ചക്കനെ വരെ മുന്നണിയിലെടുക്കാം, അതിനും കുഴപ്പമില്ല. എന്നാൽ രാഹുലിനെ എടുക്കാൻ പാടില്ല അത്രേ. രാഹുലിനെ നിസാരവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങൾ കൃത്യമായ മറുപടി തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് മിഷൻ 250യുടെ 69ാം ദിനം. മിഷൻ 250യിൽ നിന്ന് രക്ഷപ്പെടുവാൻ കേക്കച്ചൻ ഇന്ന് മിഷൻ 100 ആരംഭിച്ചിരിക്കുകയാണ്. നാറിയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ 2 കോടി റീൽസും ഷോർട്സും ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ കേക്കച്ചൻ എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതോ ഒരു പാപം അടുത്തിരുന്ന യാത്ര ചെയ്ത ഒരു യുവതിക്ക് ഒരു പൊതിച്ചോറ് നൽകി അതിനെയും റീൽസാക്കി മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണ് ഈ അല്പനായ കേക്കച്ചൻ. നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയത് ഇതുപോലെ റീൽസും ഷോർട്സും ഒക്കെ ഇട്ടായിരുന്നു കേക്കച്ച. കഷ്ടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.